സ്പെയിനിലെ മാഡ്രിഡിൽ മെഴുകുതിരി കച്ചവടം നടത്തുന്ന യുവാവിൻ്റെ വിശ്വാസ തീക്ഷ്ണതയാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പാവപ്പെട്ട രോഗികളെ ലൂർദിലെ മരിയൻ സന്നിധിയിൽ എത്തിക്കുവാനും സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും തനി സാധാരണക്കാരനായ ബോർജ പെരേസ് ഡീബ്രെ എന്ന യുവാവ് തുടങ്ങിയ കച്ചവടമാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുന്നത്. ഈയൊരു ലക്ഷ്യവുമായി വിവിധ തരത്തിൽ പല ഷോപ്പുകളിലായി നിർമ്മിക്കുന്ന മെഴുകുതിരിക്ക് ആവശ്യക്കാർ നിരവധി പേരുണ്ടെന്നതും ശ്രദ്ധേയമാണ്. ലൂർദിൽ നടത്തിയ സന്ദർശന അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. മെഴുകുതിരി കച്ചവടത്തോടൊപ്പം സംഭാവനകളും ഇദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന രോഗികളുടെ വളർച്ചയ്ക്കും സഹായത്തിനുമാണ് അദ്ദേഹം നിലകൊള്ളുന്നത്. 2019 ലൂർദ് ഹോസ്പിറ്റാലിറ്റിയിൽ നടത്തിയ സന്ദർശനം അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 2023 നടന്ന മെഴുകുതിരി പ്രദക്ഷിണം തന്നെ പുതിയ തീരുമാനത്തിലേക്ക് നയിക്കുകയായിരുന്നുവെന്ന് ബോർജ പറയുന്നു. പ്രദക്ഷിണത്തിൽ ഓരോ ആശുപത്രി ജീവനക്കാരനും രോഗിയായ ഒരാളെ മെഴുകുതിരിയുമായി അനുഗമിക്കണമായിരുന്നു. ആ വ്യക്തിയുടെ രോഗശാന്തിക്കായി പ്രാർത്ഥിക്കണം. ഇതായിരുന്നു ഉത്തരവാദിത്തം. ആ സമയങ്ങളിൽ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി താൻ മനസ്സിലാക്കിയെന്ന് അദ്ദേഹം പറയുന്നു. ലൂർദിലെ അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വ്യക്തിഗത സഹായം സ്വീകരിക്കുന്ന ലാഭേച്ഛയില്ലാത്ത കത്തോലിക്ക മെഴുകുതിരി ഓർഗനൈസേഷൻ എന്ന പേരിൽ ഡിക്രക്സ് അദ്ദേഹം സ്ഥാപിച്ചു. സംഭാവനകൾക്ക് പുറമെ അതിൻ്റെ എല്ലാ ലാഭവും വിശ്വാസികൾക്കായി രോഗികൾക്കായി നീക്കിവെക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ലാറ്റിൻ ഭാഷയിൽ കുരിശ് എന്നർത്ഥമാക്കുന്ന ഡിക്രക്സ് മെഴുകുതിരിയുമായി ബന്ധമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഓരോ വ്യക്തിക്കും ഒരു കുരിശുണ്ട്. അതിനായി അവർ പ്രാർത്ഥന മെഴുകുതിരിയിലൂടെ പ്രാർത്ഥിക്കുകയാണെന്നും ബോർജ കൂട്ടിച്ചേർത്തു. 2024 മാർച്ചിൽ മാസങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷം ഈ പ്രൊജക്റ്റ് ഔദ്യോഗികമായി ആരംഭിച്ചുവെന്നും അനേകർ പിന്തുണ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. 2025 ഓഗസ്റ്റിൽ ഡൗൺ സിൻഡ്രം, അന്ധത എന്നിവയുള്ള കുട്ടികളെ പിന്തുണയ്ക്കാൻ ബോർജ പദ്ധതിയിടുന്നുണ്ട്. 80ഓളം കുട്ടികളെ ആദ്യഘട്ടത്തിൽ ചേർത്ത് പിടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. പാവപ്പെട്ട രോഗികളെ കൂട്ടിയുള്ള ലൂർദ് തീർത്ഥാടനവും ഉടൻ ആരംഭിക്കുമെന്നും ബോർജ വ്യക്തമാക്കി.